കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിലെ പരിപാടിയിൽ ഉപയോഗിച്ചത് സംബന്ധിച്ച വിവാദം പുതിയ തലത്തിലേക്ക്. വിഷയം രാഷ്ട്രീയമായി CPI ഏറ്റെടുത്തപ്പോൾ പ്രകോപന മുദ്രാവാക്യങ്ങളുമായി BJP പ്രവർത്തകർ മന്ത്രി P. പ്രസാദിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. ഗവർണർക്കെതിരെ പോരിനില്ലെങ്കിലും പരസ്യമായി പൊതു ഇടത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരു അടയാളവും ഔദ്യോഗിക അടയാളം പോലെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് MV ഗോവിന്ദന്റെ പ്രതികരണം. ഭാരതമാതാവിന്റെ പ്രതീകം ഭാരതത്തിന്റെ ദേശീയ പതാകയാണെന്ന് പ്രഖ്യാപിച്ച് ബ്രാഞ്ച് തലം മുതൽ ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈകൾ നട്ടാണ് ഭാരതമാതാ വിവാദത്തിൽ CPI ഗവർണർക്കെതിരെ രാഷ്ട്രീയ നിലപാട് കടുപ്പിച്ചത്. CPI തൃശൂർ ജില്ലാ കൗൺസിൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദേശീയ പതാക ഉയർത്തി. ഈ മഹത്തായ നാടിൻ്റെ എല്ലാ ദേശസ്നേഹ മൂല്യങ്ങളെയും നെഞ്ചിൽ ചേർത്ത് വെക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി പ്രഖ്യാപിക്കുന്നത് ഈ സങ്കല്പം വളരെ മഹത്തരമാണ്. ഭാരത് മാതാ എന്ന സങ്കല്പം, ആ സങ്കല്പം സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ജനകോടികളെ ആവേശം കൊള്ളിച്ച ഒന്നാണ്. അതിന് നിശ്ചിത മുഖച്ഛായ കൽപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതില്ല. എന്നാൽ രാജ്ഭവനിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വച്ചത് അസംബന്ധമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുമ്പോഴും ഭാരതമാതാ വിവാദം CPIയും ഗവർണർക്കെതിരെ രാഷ്ട്രീയമായി ഏറ്റെടുത്തിട്ടില്ല. ഗവർണറുടെ ആസ്ഥാനം രാജ്ഭവൻ അത് പൊതുസ്ഥലമാണ്. നിയമസഭ പോലെ, അതുപോലെ തന്നെ നിയമസഭക്ക് പുറത്ത് വേണമെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് പോലെ ഒക്കെ ഒരു പൊതു സ്ഥലമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണോ സംസ്ഥാന ഗവൺമെൻറ്റാണോ എന്നുള്ളതല്ല. അത് സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും പൊതുവിടമാണ്. ആ പൊതുവിടത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അടയാളവും ഔദ്യോഗിക അടയാളം പോലെ ഉപയോഗിക്കാൻ പാടില്ല. ഗവർണർക്കെതിരെ CPI പോരിന് തുടക്കമിട്ടപ്പോൾ മന്ത്രി P. പ്രസാദിന്റെ ചേർത്തലയിലെ വീട്ടിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. ഭാരതമാതാവിന്റെ ചിത്രത്തിൽ വിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്താനുള്ള നീക്കം CPI പ്രവർത്തകർ തടഞ്ഞതോടെ സ്ഥലത്ത് സംഘർഷം. നൂറിനാട് പോലീസ് സ്ഥലത്തെത്തി BJP പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റി. തുടർന്ന് CPI പ്രവർത്തകർ മന്ത്രിയുടെ വീടിന് മുന്നിൽ ദേശീയ പതാക ഉയർത്തി. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത ചിത്രത്തെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കാൻ സർക്കാരിന് സാധിക്കില്ലെന്നും ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ആരുടെയും കുത്തകയല്ലെന്നും മന്ത്രി P. പ്രസാദ് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന പറയാത്ത, ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കാത്ത, ഔദ്യോഗികമായി ഇതാണ് ഭാരതാംബയുടെ ദൃശ്യം അല്ലെങ്കിൽ ഭാരതാംബയുടെ ചിത്രമെന്ന് ഇന്നേ വരെയും സ്ഥാപിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക വിഭാഗം മാത്രം ആചരിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു ചിത്രത്തെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കാൻ ഒരു കാരണവശാലും നാളെ ആയാലും സമ്മതിക്കുകയില്ല. അത് ഇപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനാണ് എന്നുള്ളതുകൊണ്ട് ഈ ഗവൺമെന്റിന് എന്തായാലും അതിനെ അംഗീകരിക്കാൻ പറ്റുകയില്ല. ഭാരത് മാതാ കി ജയ് എന്നുള്ളത് സംഘപരിവാർ മുദ്രാവാക്യമല്ല, ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമാണ്. അതേസമയം രാജ്ഭവനിലെ എല്ലാ പരിപാടികളിലും കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ ഉൾപ്പെടുത്താനാണ് ഗവർണറുടെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.